എൽ ജിയുടെ കുറച്ച് പ്രൈസ് കൂടിയ മോഡൽസിൽ ഇത്തരത്തിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഡിസ്പ്ലേയിലുള്ള ഓരോ ഓപ്ഷൻസും എന്തിനൊക്കെ ഉള്ളതാണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം. റെഫ്രിജറേറ്റർ ഓൺ ആക്കുമ്പോൾ ഡിസ്പ്ലേയിൽ 2 ടെമ്പറേച്ചർ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റത്തത് ഫ്രീസറിൻ്റെയും രണ്ടാമത്തത് ഫ്രിഡ്ജിൻ്റെയും. ഈ കാണുന്ന ഫ്രീസർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനായിട്ടും നമുക്ക് സാധിക്കും. ഇപ്പോൾ -16 കിടക്കുന്നത്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് -17, -18, -19 ഈ രീതിയിൽ ഫ്രീസറിന്റെ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് സാധിക്കും. ഇനി ഫ്രീസറിന്റെ തണുപ്പ് കുറയ്ക്കാനായിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ -19 എന്നുള്ളത് -18, -17, -16 എന്നിങ്ങനെ കുറയ്ക്കുക. ഫ്രീസറിന്റെ തണുപ്പ് കുറയും. അടുത്തത് ഫ്രിഡ്ജിന്റെ ബട്ടൺ. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് താഴത്തെ പോർഷന്റെ ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ടെമ്പറേച്ചർ കൂട്ടാനായിട്ട്, തണുപ്പ് കൂട്ടാനായിട്ട് നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം 4 ഡിഗ്രിയാണ് കിടക്കുന്നത്. നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോൾ 3, 2, 1 എന്നിങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ തണുപ്പ് കുറയല്ല, തണുപ്പ് കൂടെയാണ്. ഇനി തണുപ്പ് കുറയ്ക്കാനായിട്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇപ്പം 4 ഡിഗ്രിയല്ല കിടക്കുന്നത്, അത് 5, 6, 7 ഇടുകയാണെന്നുണ്ടെങ്കിൽ തണുപ്പ് കുറയും. ഫ്രീസറിന്റെ താഴെ കൺവെർട്ടബിൾ എന്ന് എഴുതിയേക്കണത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ബട്ടൺ നിങ്ങൾ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസർ ഫ്രിഡ്ജായിട്ട് കൺവെർട്ടബിൾ ആകും. നിങ്ങൾക്ക് ഫ്രീസറിന്റെ സ്പേസ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, ഫ്രിഡ്ജിന്റെ സ്പേസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ടെമ്പറേച്ചർ നിങ്ങൾ ചേഞ്ച് ചെയ്യണ സമയത്ത് ഒരുപോലെ മാറുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി പഴയ പോലെ ആക്കാനായിട്ട്, ഇത് ഫ്രീസറും ഇത് ഫ്രിഡ്ജ് ആക്കാനായിട്ട് ഈ ഒരു ഫ്രീസർ എന്ന് പറയുന്ന ബട്ടൺ വീണ്ടും 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. ഫ്രിഡ്ജ് ബട്ടന്റെ താഴെ എക്സ്പ്രസ് ഫ്രീസ് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസർ എക്സ്പ്രസ് ഫ്രീസർ ആകും. പെട്ടെന്ന് തണുപ്പിക്കാൻ ഈ ഓപ്ഷൻ യൂസ് ചെയ്യുക. കുറേ സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തണുപ്പിക്കാൻ ഈ ഒരു ഓപ്ഷൻ യൂസ്ഫുൾ ആണ്. അടുത്തത് വൈഫൈ. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെ വൈഫൈ ആക്റ്റീവ് ആകും. എൽ ജിയുടെ തിങ്ക്യൂ ആപ്പ് വഴി നിങ്ങളുടെ ഫോണായിട്ട് ഈ ഒരു ഫ്രിഡ്ജ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യണം, എക്സ്പ്രസ് ഫ്രീസ്, ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും.